ഇന്റർനെറ്റ് യുഗം, വെല്ലുവിളികൾ, പ്രതീക്ഷകൾ. ഷൈനി ജോയി, ഹോളി റോസറി ദേവാലയം, തലശ്ശേരി. ഒരിക്കൽ ഒരു കുട്ടിയോട് അധ്യാപകൻ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി എവിടെയാണ്? കുട്ടി അല്പം ചിന്തിച്ച ശേഷം തൻ്റെ മൊബൈൽ ഫോൺ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇതിലാണ് സാർ. ഈ ചെറിയ മറുപടി ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. ലോകം വിരൽത്തുമ്പിൽ എന്നത് ഇവിടെ പൂർണ്ണമായി യോജിക്കുന്നു. ഇത് സാധ്യമാക്കിയത് ഇൻ്റർനെറ്റിൻ്റെ അത്ഭുതകരമായ വളർച്ചയാണ്. ഇന്ന് നാം ജീവിക്കുന്നത് ഇൻ്റർനെറ്റ് യുഗത്തിലാണ്. വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യജീവിതത്തെ അതിവേഗത്തിൽ മാറ്റിമറിച്ചു. വിദ്യാഭ്യാസം, വ്യാപാരം, ആശയവിനിമയം, വിനോദം തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനം വ്യാപകമാണ്. അതേസമയം ഈ യുഗം ചില വെല്ലുവിളികളും വലിയ പ്രതീക്ഷകളും നമുക്ക് മുന്നിൽ തുറന്നിടുന്നു. ആദ്യം ഇൻ്റർനെറ്റ് യുഗത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാം. അറിവ് സമ്പാദിക്കാൻ ഇന്ന് ഇൻ്റർനെറ്റ് ഏറ്റവും വലിയ വേദിയാണ്. വിദ്യാർത്ഥികൾക്ക് ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ പഠന സാമഗ്രികൾ ലഭ്യമാകുന്നു. ഓൺലൈൻ ക്ലാസും ഡിജിറ്റൽ ലൈബ്രറികളും പഠനം എളുപ്പമാക്കുന്നു. ഗവേഷണ മേഖലയിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കുന്നതിലും മുകളിൽ ഉയർന്നു കഴിഞ്ഞു. വ്യോമയാന മേഖലകളിലെ നൂതന മിസൈലുകളും റോക്കറ്റുകളും ഇതിൻ്റെ ഒരു നേട്ടം തന്നെയാണ്. നിമിഷ നേരം കൊണ്ട് ലോകത്തിലെ ഏതു ഭാഗത്തുള്ള ആളുകളുമായി നിമിഷങ്ങൾക്കകം ബന്ധപ്പെടാൻ കഴിയുന്നത് കൊണ്ട് വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതുകൊണ്ട് സാമ്പത്തിക രംഗത്തും ഉയരുവാൻ അവസരങ്ങൾ ലഭ്യമാകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാം എനിക്ക് നിയമമാണ്, എന്നാൽ പ്രയോജനകരമല്ല. 1 കൊരിന്ത്യൻ 10:23. ഇൻ്റർനെറ്റ് യുഗം നിരവധി വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. അതിൽ പ്രധാനമായത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ, വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കൽ, വ്യാജ വാർത്തകൾ ഇവ സമൂഹത്തിൽ അപകടം സൃഷ്ടിക്കുന്നു. കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരും ഇതിന് അടിമയാകുന്നത് കാരണം കുടുംബത്തിൽ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അന്യമാകുന്നു. സാമൂഹ്യ അധപതനം, അച്ചടക്കമില്ലായ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് ഒരു വെല്ലുവിളിയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഇൻ്റർനെറ്റ് യുഗം മനുഷ്യരാശിക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നു. ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇത് അറിവിൻ്റെ സമുദ്രമായി മാറുന്നു. ലോകത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളെയും അറിവുകളെയും ബന്ധങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നു. ഇന്ന് ദൈവവചന ലോകമെമ്പാടും എത്തിക്കാൻ ഇൻ്റർനെറ്റ് വലിയ സഹായമാണ്. ഒരു പ്രസംഗം, ഒരു പ്രാർത്ഥന, ഒരു ആത്മീയ സന്ദേശം നിമിഷങ്ങൾക്കകം ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. മർക്കോസ് 16:15. ഇന്ന് ഡിജിറ്റൽ ലോകം ഈ ദൗത്യം നിറവേറ്റാനുള്ള ഒരു പുതിയ വേദിയായി മാറിയിരിക്കുന്നു. സാങ്കേതിക വിദ്യ ദൈവം മനുഷ്യർക്ക് നൽകിയ ബുദ്ധിയുടെ ഫലമാണ്. വിവേകത്തോടും നിയന്ത്രണത്തോടെയും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ യുഗം മനുഷ്യരാശിയുടെ പുരോഗതിക്ക് ശക്തമായ വഴിയൊരുക്കും. മനുഷ്യരുടെ വളർച്ചയ്ക്കും ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യത്തിനും വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ ഇൻ്റർനെറ്റ് യുഗം മനുഷ്യരാശിക്ക് വലിയ അനുഗ്രഹമാകും. നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16. ഈ ഡിജിറ്റൽ ലോകത്തിലും നാം സത്യത്തിൻ്റെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ വെളിച്ചമായി മാറണം.